വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും, അതായത് ക്രിസ്തു യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവർ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കണം. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കണം എങ്കിൽ ക്രിസ്തുവിൻ്റെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യമായി തീരണം. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 1. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ വിശുദ്ധിയുടെ കൂട്ടായ്മയാണ്. ദൈവം വിശുദ്ധനാണ്. അവൻ്റെ മുൻപിൽ അശുദ്ധമായതിന് നിലനിൽക്കുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ച യെശയ്യാവ് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ എന്ന യെശയ്യാവ് 6:5. 1 പത്രോസ് 1:15-16 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ദൈവം വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം. അശുദ്ധി നിറഞ്ഞ ചുറ്റുപാടിൽ വിശുദ്ധനായി നിലകൊള്ളുക എന്നത് ഏറെ ശ്രമകരമായ ഒന്നാണ്. ധാർമ്മിക അധപതനത്തിൻ്റെയും മൂല്യച്യുതിയുടെയും നാളുകൾ. വ്യക്തിബന്ധങ്ങളിലെ വിശുദ്ധി ഒരു പഴങ്കഥയായി മാറിയിരിക്കുന്നു. അനീതിയും അക്രമവും സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രമാണമായി മാറിയിരിക്കുന്നു. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വന്നിരിക്കുന്നുവെന്ന ഹബക്കൂക്ക് 1:4 പറയുന്നത്. നീതി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം നിഷേധിക്കുന്ന സമൂഹത്തിൽ ക്രിസ്ത്യ വിശ്വാസിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും? അതിന് ദൈവമായിട്ടുള്ള ബന്ധം ശക്തമായിരിക്കണം. ഭരണാധികാരികൾ മുഴുവനും എതിർത്തിട്ടും തങ്ങൾ വിശ്വസിച്ച ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചു നിന്ന ദാനിയേലും കൂട്ടുകാരും തങ്ങളുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചത് രാജാവിനെ പോലും സ്വാധീനിച്ചതായി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദാനിയേൽ 3:28-29, 6:26-27 വാക്യങ്ങൾ. ലോകത്തിൻ്റെ പ്രമാണങ്ങളെ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളാക്കുകയല്ല, ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ ലോകത്തിൻ്റെ പ്രമാണങ്ങളാക്കുക എന്നതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നമ്മുടെ ചുറ്റിലുമുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയിൽ നാം പങ്കാളികളാകണം. 2. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ യഥാർത്ഥ ഭക്തിയെ ജലിപ്പിക്കുന്ന കൂട്ടായ്മയാണ്. ഇന്ന് ആത്മീയ വേളത്തിൽ കാണുന്ന അപകടകരമായ ഒരു പ്രമാണം ഭക്തിയെ ഒരു അനുഭൂതിയായി ചിത്രീകരിക്കുന്നു എന്നതാണ്. അനുഭൂതി എന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനസ്സ് എത്തിച്ചേരുന്ന വർണ്ണപ്പകിട്ടാർന്ന അനുഭവമാണ്. താളങ്ങളുടെ അകമ്പടിയിലും മനഃശാസ്ത്രപരമായ സമീപനത്തിലും കൂടി മനസ്സിനെ ഉണർത്തി അനുഭൂതി നൽകിക്കൊണ്ട് ഇതാണ് ഭക്തി എന്ന് ധരിപ്പിക്കുന്ന കൂട്ടായ്മകൾ ഇന്ന് ധാരാളമുണ്ട്. ഇവിടെ ബാഹ്യമായ ഒരു ഇളക്കം ഉണ്ടാകുന്നു എന്നതല്ലാതെ മനസ്സിന് ഒരു രൂപാന്തരവും ഉണ്ടാകുന്നില്ല. ഈ വിധത്തിൽ ഉണ്ടാകുന്ന ഇളക്കം അല്പസമയം കഴിയുമ്പോൾ വീണ്ടും പഴയ നിലയിൽ തന്നെ ആയിത്തീരും. ഈ ഇളക്കമാണ് ഭക്തി എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. പിതാവിനോടുള്ള കൂട്ടായ്മ ക്രിസ്തു കാണിച്ചു തന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു കൊണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തിയും കൂട്ടായ്മയും. 3. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ പ്രചോദനം നൽകുന്ന കൂട്ടായ്മയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന കർത്താവിൻ്റെ കൽപ്പന നമ്മെ കർമ്മനിരതരാക്കുന്ന പ്രചോദനം നൽകുന്ന കൂട്ടായ്മയുടെ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. ക്രൂശിൽ തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവുമായിട്ടുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമേ ദൈവസ്നേഹത്തെ ലോകത്തിന് നൽകുവാൻ കഴിയൂ. സ്വാർത്ഥത വർദ്ധിച്ചു വരുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ നന്മകളും എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം എന്ന് ചിന്തിക്കുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ പ്രമാണമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കുള്ളത് എല്ലാത്തവനുമായി പങ്കുവയ്ക്കുന്ന സ്നേഹം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹം,
വിശക്കുന്ന ശത്രുവിൻ്റെ വിശപ്പകറ്റുന്ന സ്നേഹം, ദുഃഖിക്കുന്നവനോടുകൂടി കരയുന്ന സ്നേഹം, ഈ ദൈവസ്നേഹം നമ്മിൽ ജ്വലിക്കുകയും മനുഷ്യ മനസ്സുകളിൽ ഈ ദൈവസ്നേഹത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയണം. സമൂഹത്തിന് സ്നേഹം പകർന്നു കൊടുത്ത് ദൈവസ്നേഹത്തിൽ സമൂഹത്തെ ഉറപ്പിക്കുക എന്നത് വിശ്വാസിയുടെ ദൗത്യമാണ്. 4. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ഐക്യതയുടെ കൂട്ടായ്മയാണ്. ഒരേ കൂട്ടായ്മയിൽ നിലനിൽക്കുന്നത് ഐക്യതയുള്ളവരാണ്. കർത്താവിനെ സാക്ഷിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹങ്ങളും ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ മാത്രമേ ലോകത്തെ ദൈവിക പദ്ധതിക്കായി ഒരുക്കുവാൻ നമുക്ക് കഴിയൂ. കർത്താവെ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുവാനും ലോകത്തെ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവത്തിലേക്ക് ഒരുക്കുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ.